ഹ്യൂമർ പടം കണ്ടോണ്ടിരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ടൈം പാസ് ഉണ്ട്. നല്ല പടമാണ്. സൂപ്പർ സൂപ്പർ. ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയം. ഈ കാലത്ത് എല്ലാവരും ഭയങ്കര കൃഷിയാണ്. കുടുംബം നോക്കാനും തലമുറ പടമാണ്. പെർഫോമൻസ് കാസ്റ്റിംഗ് ഒക്കെ നല്ലതാണ്. കാസ്റ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഓരോ ഇടയ്ക്ക് വരുന്ന തഗ്ഗുകളാണ്. ഒന്നിനൊന്ന് കൗണ്ടർ തഗ്ഗുകളൊക്കെയാണ് ഉള്ളത്. എനിക്കൊന്ന് ഫാമിലി ഓഡിയൻസ് എന്തായാലും ഇഷ്ടപ്പെടും. ഇന്ദ്രൻസിയുടെ വെറൈറ്റി, അത് വെറൈറ്റി ആണല്ലോ, ഇപ്പൊ പറയാനില്ല. ലെജൻഡറി, ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാ ആളുകളും. ആരും ഒന്ന് പുതിയതായിട്ട് തോന്നുന്നില്ല. പിന്നെ പലരുടെയും ഫേസ് നമുക്കൊക്കെ രജിസ്റ്റർ ആയിട്ടുള്ള ഫേസാണ്. അതുകൊണ്ട് എന്തായാലും ഉത്സവിനും ഫഹദിനൊക്കെ അനുമോദനങ്ങൾ. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെയ്ത പടമാണ്. അതുകൊണ്ട് കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. അഭിപ്രായമൊക്കെ കേട്ടിട്ട് നല്ല അഭിപ്രായമാണ്. പടം ഞാനും ഇപ്പോഴാണ് ഫൈനലായിട്ട് കണ്ടത്. ഡബിന് കണ്ടതാണ്, അതിന് ശേഷം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇവരുടെയൊക്കെ ജഗദീഷന്റെ ഇന്ദ്രൻസിന്റെ കൂടെ ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റും. അവരുടെയൊക്കെ ഏറ്റവും ഇളയ അനിയനായിട്ടാണ് അർജുനൻ എന്നാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര്. എന്തുകൊണ്ടും ആദ്യാവസാനം നല്ല രസകരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു കുടുംബ ചിത്രമാണ് പരിവാർ. നമ്മളെ ഒരു 90s വൈബ് മൂവീസ് ഒക്കെ ആസ്വദിക്കുന്നവർക്ക് ഒരു നൊസ്റ്റാൾജിയ ഫേസ്. അപ്പോൾ ഒരു നല്ലൊരു എന്റർടൈനറാണ്. നമുക്ക് നർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് സിനിമ. പിന്നെ ബിജുപാൽ സാറിന്റെ നല്ല മ്യൂസിക്കാണ്. ഒരു 5 പാട്ടുകളുടെ സിനിമയിലെല്ലാം നല്ല പാട്ടുകളാണ്. അപ്പോൾ ഈ വരുന്നവരുടെ ഒരു ഹാപ്പിനെസ് കണ്ടാൽ തന്നെ അറിയാം എല്ലാവരും പടം ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് അറിയാൻ വെയിറ്റിംഗ് ആണ്. എന്തായാലും സോ മച്ച് എക്സൈറ്റഡ് ആണ്. താങ്ക് യു. ഞാനിതില് അഭിനയിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ തന്നെ വന്നിട്ട് പടം കാണാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാം. കണ്ടവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ചിരിക്കാനും കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനും. നമ്മുടെ ഫാമിലിയിൽ മിക്ക ആൾക്കാരുടെയും ഫാമിലിയിൽ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ചില റിയലൈസേഷൻസ് ഒക്കെ ഇപ്പൊ മീഡിയാസ് തന്നെ പറയുന്നു സിനിമ വയലൻസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ചില നന്മകളും സിനിമയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫാമിലിയിലേക്ക് ഒരു റിയലൈസേഷൻ വരുന്നുണ്ട്, ബന്ധങ്ങളുടെ മൂല്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ എന്തായാലും പടം തിയേറ്ററിൽ വന്നിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യാം. ഇതിൽ ഞാൻ ദിശ എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. കണ്ടവര് അഭിപ്രായങ്ങൾ പറയാം. സ്ക്രീനിൽ ഇപ്പോ എന്താ എല്ലാവരും ഫാമിലിയോടൊപ്പം തന്നെ പോയി കാണണം. ഒരു ഫൺ റൈഡ് ആണ്. എല്ലാവർക്കും ചിരിക്കാം. പിന്നെ ലാസ്റ്റിലേക്ക് കുറെ ഫാമിലി ഇമോഷൻസ്, ഇമോഷണൽ മൊമെന്റ്സ് എല്ലാം നമുക്ക് കാണാം. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു. സിനിമ അടിപൊളിയാണ്. സ്ക്രീനിൽ കണ്ടപ്പോ നല്ല സന്തോഷം തോന്നി. ഞാനിതിൽ നീരവ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തത്. അപ്പൊ കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു ഫാമിലി എന്റർടൈനർ ആണ്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. നല്ല മൂവിയായിരുന്നു. നല്ല മൂവി, നല്ല സിനിമയാണ്. നല്ല മൂവി, ഫാമിലി എന്റർടൈനർ ആണ്. കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാണാൻ സാധിച്ചത്. എനിക്ക് സന്തോഷം. കാണാൻ പറ്റിയ പടം. ബാക്കി എല്ലാവരും കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയൂ. നമ്മളല്ലോ സ്ക്രീനിൽ കൂടെയുള്ള ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ ലൈവായിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസ്. സന്തോഷം. എല്ലാവരും ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കത് സന്തോഷം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. ഇനി എല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. ഇനി റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം അപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. എന്തായാലും നല്ല വാർത്തകൾ പ്രതീക്ഷിക്കുക. സന്തോഷം. എന്താ? അതെ അതെ, അതിനൊക്കെ കുറച്ച് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഒരു പടം ചെയ്തിട്ടുണ്ട്, അത് വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ലാത്തൊരു സ്ക്രീൻ പ്രൈസ് ഉള്ളത് ഈ സിനിമ തന്നെയാണ്. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു തോന്നുന്നു.